നമസ്കാരം, ഞാൻ ഡോക്ടർ ഗോകുൽ കൃഷ്ണൻ. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നീറ്റ് സ്കോർ വന്നിട്ട് BHMS ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ സംശയങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് വിദ്യാർത്ഥികളൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട്, BHMS സാധ്യതകൾ എന്തൊക്കെയാണ്, ഇത് കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ഓപ്പർച്യൂണിറ്റീസ്, അതൊക്കെയാണ് എല്ലാവരുടെയും ഡൗട്ട് ആയിട്ടുള്ളത്. BHMS എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻ ആൻഡ് സർജറി, 5.5 വർഷത്തെ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സാണ്. കേരളത്തിൽ ഈ ഡിഗ്രി നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് തൃശ്ശൂർ, ഇതിന്റെ കീഴിലാണ് ഈ ഡിഗ്രി അവാർഡ് ചെയ്യുന്നത്. കേരളത്തിൽ നമുക്ക് 5 ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജുകളാണ് ഉള്ളത്. കേരളത്തിൽ നമുക്ക് സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾ കേരളത്തിലില്ല. 2 പ്യുവർ ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജുകളും 3 ഗവൺമെന്റ് എയ്ഡഡ്, അതായത് അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുമാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ കോളേജുകൾക്കെല്ലാം തന്നെ വളരെയധികം വർഷത്തെ പഴക്കമുള്ള കോളേജസ് ആണ്. അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസുമായിട്ട് അഫിലിയേറ്റഡ് ആണ്. അപ്പോൾ ഈ കോളേജുകളിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കണമെങ്കിൽ നീറ്റ് സ്കോർ ആണ് മാനദണ്ഡമായിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ BHMS കോഴ്സിനെ പഠിക്കാനുള്ളത്, അതിനുശേഷം എന്തൊക്കെയാണ് സാധ്യതയുള്ളത് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഗവൺമെന്റ് സീറ്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. തന്നെ നീറ്റിൽ ഉയർന്ന സ്കോർ തന്നെ വേണ്ടതാണ് ഈ 5 കോളേജിലും നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിനായിട്ട്. അപ്പോൾ നമുക്ക് മറ്റ് മെഡിക്കൽ കോഴ്സസിനുള്ളത് പോലെ തന്നെ MBBSനും BAMSനും ഉള്ള പോലെ തന്നെയാണ് മെഡിക്കൽ സബ്ജക്ട്സ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. എക്സ്ട്രാ ആയിട്ട് ഹോമിയോപ്പതിന്റെ ഫിലോസഫിയും സൈക്കോളജിയും കുറച്ച് ഇതിനകത്ത് കൂടി ആഡ് ആയിട്ട് നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ കോഴ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റു മെഡിക്കൽ സ്ട്രീമിലുള്ളത് പോലെ തന്നെ 5.5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ജനറൽ ആയിട്ടുള്ള ഫിസിഷ്യൻ ആയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതിനുശേഷം വീണ്ടും ഓൾ ഇന്ത്യ ആയുഷ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് ടെസ്റ്റ് എഴുതിക്കൊണ്ട് നമുക്ക് MD കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. 7 ഡിസിപ്ലിൻസിൽ നമുക്ക് ഇപ്പോൾ MD അവൈലബിൾ ആണ്. 2 കോഴ്സുകൾക്ക് കൂടി അംഗീകാരം വന്നിട്ടുണ്ട്. MD ഡോക്ടർ ഓഫ് മെഡിസിൻ ആൻഡ് ഹോമിയോപ്പതി എന്ന് പറഞ്ഞ കോഴ്സിന് നമുക്ക് 3 വർഷത്തെ MD കോഴ്സ് സ്റ്റൈപ്പൻഡോട് കൂടി ചെയ്യാം. കേരളത്തിലെ BHMS ചെയ്യുന്ന ഒരാൾക്ക് 4.5 വർഷത്തെ അക്കാഡമിക് കോഴ്സിന് ശേഷം അവസാനത്തെ 1 വർഷം സ്റ്റൈപ്പൻഡോട് കൂടി ഇന്റേൺഷിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് റൊട്ടേറ്റിംഗ് ഇന്റേൺഷിപ്പ് ആണ് ഇത്. നമ്മുടെ കോളേജ് ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ പുറത്തെ മോഡേൺ മെഡിസിൻ ഹോസ്പിറ്റൽസിലൊക്കെ ഇതിന്റെ ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഇനി ഇതിന്റെ ജോലി സാധ്യതയെ കുറിച്ചാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ BHMS കഴിഞ്ഞൊരു വ്യക്തിക്ക് നമുക്ക് അടുത്തതായിട്ട് കേരള PSC എഴുതിക്കൊണ്ട് നമുക്ക് മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ജൂനിയർ റിസർച്ച് ഫെലോ, അതുപോലെ തന്നെ നാഷണൽ ആയുഷ് മിഷൻ, നാഷണൽ ഹെൽത്ത് മിഷൻ പോലുള്ള പ്രോജക്റ്റുകളിലേക്ക് നമുക്ക് മെഡിക്കൽ ഓഫീസർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു കോഴ്സാണ്. MD കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പൊ നമുക്ക് നെറ്റും കൂടി എഴുതേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വന്നിട്ടുണ്ട്, പക്ഷെ ഇതുവരെ അത് അപ്ലൈ ആയിട്ടില്ല. ഇനി നെറ്റിന്റെ സ്കോറും കൂടി എടുത്തതിന് ശേഷമായിരിക്കും നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസറിന് അപ്ലൈ ചെയ്യേണ്ട ഒരു ഇത് വരും. ഇപ്പൊ നമുക്ക് MD പ്രധാനമാണ്. റിസർച്ച് ഏരിയയിലേക്കെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിസർച്ച് അസോസിയേറ്റ്, അതുപോലെ തന്നെ റിസർച്ച് ഓഫീസർ, സയന്റിസ്റ്റ്, ആ മേഖലയിലേക്കും അതുപോലെ തന്നെ ടീച്ചിങ് ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ MD എടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് 7 ഡിസിപ്ലിൻസിലാണ് ഇപ്പോൾ MD കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ള 3 വർഷത്തെ കോഴ്സാണ് ഡോക്ടർ ഓഫ് മെഡിസിൻ ആൻഡ് ഹോമിയോപ്പതി. 3 വർഷവും നമുക്ക് ഗവൺമെന്റ് കോളേജുകളിൽ നല്ല രീതിയിലുള്ള സ്റ്റൈപ്പൻഡ് വാങ്ങിക്കൊണ്ട് നമുക്ക് MD പൂർത്തിയാക്കാൻ പറ്റും. അതായത് ജൂനിയർ റെസിഡൻസി എന്നാണ് നമ്മൾ ഈ 3 വർഷം പറയുന്നത്. ചില സ്ഥലത്ത് മാത്രമാണ് നമുക്കിപ്പോൾ സീനിയർ റെസിഡൻസി, അതിന്റെ 1 വർഷത്തെ സീനിയർ റെസിഡൻസി അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ സാലറിയോട് കൂടി ചെയ്യാൻ നിർബന്ധമായിട്ടുള്ളത്. ഈ 3 വർഷത്തെ JR കഴിഞ്ഞതിന് ശേഷം ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് SR ഷിപ്പും ചെയ്യാവുന്നതാണ്. ഇത് വെച്ചിട്ട് നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഏറ്റവും വാസ്റ്റ് ആയിട്ടുള്ള ഇതിന്റെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള 1 മാൻ ക്ലിനിക് അല്ലെങ്കിൽ ഡിസ്പെൻസറീസിലൊക്കെ ഇതിന് കുറച്ചും കൂടി നമുക്ക് സ്വന്തമായിട്ട്, അതുപോലെ തന്നെ നമുക്ക് സെൽഫ് ഓൺഡ് ആയിട്ടുള്ള അക്കോർഡിംഗ് ടു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ കീഴിൽ നമുക്ക് ക്ലിനിക്കുകൾ റൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതും അതിന്റെ ഒരു വളരെയധികം പോസിബിലിറ്റി ആയിട്ടാണ് നമുക്ക് പറയുന്നത്. പിന്നെ നമുക്ക് BHMS ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് നമുക്ക് എപ്പോഴും കേൾക്കുന്നതാണ്, ഹോമിയോപ്പതി ഒരു സ്യൂഡോ സയൻസ് ആണ്, അതുകൊണ്ട് അതിനെ പഠിക്കുന്നതിനെ കുറിച്ച് നിരുത്സാഹപ്പെടും. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സ്ഥിരം കേൾക്കേണ്ടി വരും. അപ്പൊ അൺലെസ് നമ്മൾ അതിന്റെ ക്ലിനിക്സിലേക്ക് കോളേജുകളിൽ ജോയിൻ ചെയ്ത് ക്ലിനിക്കുകളിൽ കേസസ് കണ്ട് അത് ക്യൂർ ആവുന്നതും അതിന്റെ ഫിലോസഫിയും കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് അതിനകത്തോട്ട് കുറച്ചും കൂടി ട്രസ്റ്റ് വരുന്നത്. നമ്മൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ്, ഒരു ഗ്ലാമർ കുറവാണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും ഈ പ്രൊഫഷന്. ബട്ട് നമുക്ക് പല കാര്യങ്ങൾക്കും ഇൻക്യൂറബിൾ ആയിട്ടുള്ള പല ഡിസീസ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കേസസ് ഒക്കെ പല ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസിലും സക്സസ് ആവാത്ത പല കേസുകളും നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഹോമിയോപ്പതിക്കുണ്ട്. ഹോമിയോപ്പതിന്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഹോമിയോപ്പതിയുടെ മെഡിക്കൽ കോളേജുകളിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഹോമിയോപ്പതിന്റെ വാസ്റ്റ് സ്കോപ്പിനെ കുറിച്ച് അത്രത്തോളം കോൺഫിഡന്റ് ആയിട്ട് കുട്ടികൾക്ക് നൽകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഇപ്പൊ നമ്മുടെ സിലബസ് എല്ലാം കുറച്ചും കൂടി കരിക്കുലം ഒക്കെ കോമ്പീറ്റൻസി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിലബസിലേക്ക് മാറിയിട്ടുണ്ട്. കുറച്ചും കൂടെ കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഹോമിയോപ്പതിക് ഫിസിഷ്യൻസിനെ, പ്രൊഫഷണൽസിനെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള സിലബസ് എല്ലാമാണ് നമുക്ക് നിലവിലുള്ളത്.
അപ്പം കേരളത്തിൽ നമുക്ക് പ്യുവർ ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജുകൾ കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജും തിരുവനന്തപുരം ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജുമാണ് പ്യുവർ ഗവൺമെന്റ് സെക്ടർ ഉള്ളത്. അപ്പം ഇവിടെ നമുക്ക് ഗവൺമെന്റ് സീറ്റിൽ തന്നെ ഫിൽ ആവുന്നതാണ്. ബാക്കി 3 കോളേജും അർദ്ധ സർക്കാർ കോളേജുകളാണ്. അതും ഗവൺമെന്റ് സീറ്റുകൾ തന്നെയാണ്. വളരെ ചെറിയൊരു സീറ്റുകൾ മാത്രമാണ് മാനേജ്മെന്റ് സൈഡിലുള്ളത്. അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ നിയമം, അവിടെ ശ്രീ വിദ്യാധിരാജ ഗവൺമെന്റ് എയ്ഡഡ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് ഉണ്ട്. എറണാകുളം ഡോക്ടർ പടിയാർ മെമ്മോറിയൽ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് ചോറ്റാനിക്കര, കോട്ടയത്ത് ആതുരാശ്രമം NSS ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പൊ ഇതാണ് നമുക്ക് 3 അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ കേരളത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക്. അപ്പം ഇതിന്റെ മറ്റു സാധ്യതകൾ ഇപ്പം നമുക്ക് BHMS കഴിഞ്ഞതിന് ശേഷം തന്നെ MPH അങ്ങനത്തെ കോഴ്സിലേക്ക് മറ്റെന്ത് മാസ്റ്റേഴ്സിലേക്ക് നമുക്ക് പോകാൻ പറ്റും. MD അല്ലാതെ തന്നെ അങ്ങനത്തെ കുറച്ച് പോസിബിലിറ്റീസും ഉണ്ട്. പിന്നെ നമുക്ക് BHMS കഴിഞ്ഞവർക്കും MBBS കോട്ടയിലേക്കുള്ള റിസർവേഷൻ ഉണ്ട്. അതുപോലെ തന്നെ MBBS കഴിഞ്ഞവർക്കും തിരിച്ച് BHMS കോട്ടയിലേക്ക് പ്രവേശനം ലഭിക്കും. പക്ഷെ വീണ്ടും നമ്മൾ നീറ്റ് സ്കോർ എഴുതിയിട്ട് ആ റിസർവേഷനിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നുണ്ട്. BHMS കഴിഞ്ഞവർക്ക് 4 സീറ്റ് MBBS നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. സീറ്റിന്റെ നമ്പർ ഞാൻ കുറച്ചും കൂടെ ക്ലിയർ ആക്കി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും ചെയ്യുന്നവരുണ്ട്. കാലിക്കറ്റ് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലൊക്കെ MBBS കഴിഞ്ഞിട്ട് PG കഴിഞ്ഞവർ BHMS ജോയിൻ ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ 2 ഡിഗ്രി ഡ്യുവൽ ഡിഗ്രിയിലേക്ക് അപ്ലൈ ചെയ്യുന്നവരും ഉണ്ട്. പിന്നെ നമ്മുടെ ഫോറിൻ കൺട്രീസിലൊക്കെ ആണെങ്കിൽ ഇതിന്റെ സാധ്യതകളെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് അവിടെ നമുക്ക് പ്രത്യേകം ഈ ഓൾറെഡി MBBS MD അവിടെ MD കഴിഞ്ഞവർക്ക് ഹോമിയോപ്പതി ഒരു അഡ്വാൻസ്ഡ് ലെവലിലെ സ്റ്റഡി ആയിട്ടാണ് അവിടെ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് അത് പക്ഷെ നമുക്ക് ഡയറക്റ്റ് അവിടെ ഇവിടെ BHMS പോലൊരു കോഴ്സ് അല്ല വിദേശത്ത് അവൈലബിൾ ആയിട്ടുള്ള. അപ്പോൾ വിദേശത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ നമുക്കിപ്പോൾ അവിടുത്തെ ലൈസൻസിങ് എക്സാം ക്ലിയർ ചെയ്തതിനു ശേഷം നമുക്കൊരു സ്പോൺസർ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് അവിടെയും വർക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ഗവൺമെന്റ് സെക്ടറിലെ ഡിസ്പെൻസറികൾ ധാരാളം ഡിസ്പെൻസറികൾ ഓരോ പഞ്ചായത്തുകളിലും തുറന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് PSC വഴിയും നാഷണൽ ഹെൽത്ത് മിഷൻ വഴി നാഷണൽ ആയുഷ് മിഷൻ വഴിയൊക്കെ അവിടേക്ക് പ്രവേശനം ലഭിക്കുന്നതാണ്. പിന്നെ മറ്റ് മെഡിക്കൽ സ്ട്രീമും പോലെ തന്നെ വളരെയധികം കോമ്പറ്റീഷൻ ഉള്ള ഏരിയയാണ്. PG എൻട്രൻസിന് സീറ്റുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് വളരെ ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷനാണ് എല്ലാ എക്സാംസിനും മറ്റതുപോലെ തന്നെ ഉള്ളത്. ഇപ്പോൾ ഒരു BHMS ജോയിൻ ചെയ്യുന്ന ഒരാൾ അടുത്ത 10 വർഷം നമ്മൾ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. 6 വർഷത്തോളമുള്ള UG കോഴ്സും 3 വർഷത്തോളം PG കോഴ്സും അതിനിടയ്ക്ക് എൻട്രൻസ് നമുക്ക് ചിലപ്പോൾ 1-2 തവണ എൻട്രൻസ് PG എൻട്രൻസിന് തയ്യാറെടുക്കേണ്ടി വരും. ഇത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് കുറച്ചും കൂടെ ഒന്ന് സ്റ്റേബിൾ ആവേണ്ടത്. അപ്പോൾ പെട്ടെന്ന് ഒരു ജോലി സാധ്യത എന്ന് പറഞ്ഞാൽ നമുക്ക് മെഡിക്കൽ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ അത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് കഴിഞ്ഞ ഉടനെ ഉള്ള ഒരു സ്റ്റെബിലൈസ്ഡ് ആവുന്ന മറ്റു കോഴ്സുകളെ പോലെ അല്ല. നമുക്ക് അത്രയും വർഷം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സ്റ്റേബിൾ ആവുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 28-29 ഇയേഴ്സ് ഒക്കെ ആവുമ്പോഴാണ് ഒരു സ്റ്റെബിലിറ്റി തന്നെ വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു എപ്പോഴും ഒരു നെഗറ്റീവ് കോമന്റ്സ് വരാറുണ്ട്. ഈ കോഴ്സ് ഇതിങ്ങനെ എന്താ പറയുക പ്ലാസിബോ ഇഫക്റ്റ് ആണ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും. പക്ഷേ ഇതിനകത്ത് നടക്കുന്ന റിസർച്ചുകളും ഇതിന്റെ ജേർണൽസ് ഒക്കെ പിയർ റിവ്യൂഡ് ജേർണൽസിലൊക്കെ നമ്മുടെ ആർട്ടിക്കിൾസ് ഒക്കെ വരാറുണ്ട്. ഹോമിയോപ്പതിന്റെ സാധ്യതകളെ കുറിച്ചും കൂടി നിങ്ങളൊന്ന് ഇങ്ങനത്തെ ജേർണൽസ് ഒക്കെ നോക്കുക. ഇത് വന്നിട്ടുള്ള ജേർണലുകളൊക്കെ തപ്പി നോക്കുക. അപ്പൊ നമുക്ക് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാവും. ജസ്റ്റ് ഈ വിക്കിപീഡിയയിലൊക്കെ പറയുന്ന പോലുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം എടുത്തുകൊണ്ട് നമുക്ക് അത് തള്ളിക്കളയാൻ പറ്റില്ല. അതിന് വാസ്റ്റ് ആയിട്ടുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത്. അപ്പം നമ്മൾ അതും കൂടി ഒന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ അത്രയും വർഷം സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ്, നിങ്ങൾക്ക് അതിനെ ഇതെല്ലാം കുറച്ച് സ്ട്രഗിൾസ് ഉണ്ട്, അതെല്ലാം ഫേസ് ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രം അടുത്തൊരു 10 ഇയേഴ്സ് ഈ ഒരു മെഡിക്കൽ കോഴ്സിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ അത്രയും ഡോക്ടർ ആകുക എന്നുള്ളൊരു പാഷൻ ഉള്ളവർ മാത്രം നമുക്ക് എടുക്കുക. അല്ലെങ്കിൽ MBBS ജസ്റ്റ് നഷ്ടപ്പെട്ടതുകൊണ്ട് ജസ്റ്റ് നമ്മളിങ്ങനെ ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് നഷ്ടപ്പെട്ട ഒരു സ്കോറിലാണ് വന്നിരിക്കുന്നവരാണ് മെജോറിറ്റിയും BHMSലേക്കും BMSലേക്കും വരുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ സാധ്യതകളെ കുറിച്ച് പലരും മെസ്സേജ് അയച്ച് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ഫേസസിലും ഈവൻ സർജിക്കൽ ഡിസീസസ് അതുപോലെ തന്നെ അൺവാണ്ടഡ് സർജറീസ് പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം. ഇൻഫെർട്ടിലിറ്റിയിലും ഗൈനക്കോളജിയിലും വൈഡ് ആയിട്ടുള്ള സ്കോപ്പ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇൻഫെക്ഷ്യസ് ഡിസീസസിൽ വളരെയധികം സ്കോപ്പ് ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് ഈ പ്രിവെന്റീവ് ആസ്പെക്ട് ആയിക്കോട്ടെ ക്യൂറേറ്റീവ് ആസ്പെക്റ്റിലായിക്കോട്ടെ ഹോമിയോപ്പതിക്ക് സമൂഹത്തിന്റെ അതായത് പൊതുജനാരോഗ്യ രംഗത്ത് വളരെയധികം സംഭാവനകൾ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സോ താങ്ക് യു.